എല്ലാവർക്കും Sarath'Sന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ Motorola എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ Moto G9 എന്ന് പറഞ്ഞ ഫോണാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വളരെയധികം ഡിസപ്പോയിൻമെൻ്റ് ആണ് തോന്നിയത് നമ്മുടെ മോട്ടോയുടെ ഏറ്റവും പുതിയ G9 ഫോൺ കണ്ടപ്പോൾ. കാരണം നിങ്ങൾക്കറിയാലോ ഈ ഒരു ഫോണിനെ പറ്റി വളരെയധികം ഹൈപ്പ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായി. അപ്പോൾ യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഹൈപ്പുള്ള ഫോണുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കുറച്ച് നാൾ മുന്നേ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ലീക്കായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ G9ൻ്റെ കാര്യത്തിൽ ഈ ഒരു ലീക്ക് ആദ്യമായിട്ട് വന്നത് ഇന്നലെ, അതായത് ലോഞ്ചിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു URL നിന്ന് മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ലീക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഫോണിൻ്റെ പുറത്തുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ എല്ലാം തന്നെ പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയത് എന്നുള്ളത് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്, അതായത് 11,499 റുപ്പീസാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിൽ അവർ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ Snapdragon 662 പ്രോസസ്സർ ഉള്ളൊരു ഫോണാണ് എന്ന് വളരെയധികം ഹൈപ്പ് ചെയ്ത് അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്മുടെ മോട്ടോയുടെ ഫോണായ Moto G8, ഈ ഒരു G8 എന്ന് പറഞ്ഞ ഫോണിൽ വന്നിരുന്ന പ്രോസസ്സർ Snapdragonൻ്റെ 665 പ്രോസസ്സറാണ്. അപ്പോൾ G9ൽ വന്നിരിക്കുന്നത് ഒരു Snapdragonൻ്റെ 662 പ്രോസസ്സറാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ജനറേഷനിൽ ഒരു ഡൗൺ ഗ്രേഡ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ അവർ വളരെയധികം ഹൈപ്പായിട്ട് പറയുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ 662 ഉള്ളൊരു പ്രോസസ്സറുള്ള ഫോണാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നറിയില്ല ഇത്രമാത്രം ഹൈപ്പ് ഇങ്ങനൊരു ഡൗൺ ഗ്രേഡിൽ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അപ്പോൾ പ്രോസസ്സർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഫോണിൽ ഫസ്റ്റ് തന്നെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇനി അടുത്തത് അവർ ബോസ്റ്റ് ചെയ്തത് നമ്മുടെ ക്യാമറയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്നും ഇതിൻ്റെ പ്രൈമറി ക്യാമറ ഒരു 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അതിൽ ക്വാഡ് പിക്സൽ ടെക്നോളജി, അതായത് ഒരു പിക്സലിനെ 4 ഡിവൈഡ് ചെയ്ത് കുറച്ചുകൂടെ ക്രിസ്പർ ആയിട്ടുള്ള ഇമേജ് തരുന്ന ഒരു ക്വാഡ് പിക്സൽ ടെക്നോളജി ഉള്ളൊരു ക്യാമറയാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ Moto G8 വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 48 മെഗാ പിക്സൽ എന്ന് പറയുന്ന ഒരു അപ്ഗ്രേഡ് ആണ്. പക്ഷേ ഈ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ Moto G8ൽ നിങ്ങൾക്ക് ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുമായിരുന്നു. എന്നാൽ ഈ ഒരു ഫോണിൽ ആ ഒരു അൾട്രാ വൈഡ് ക്യാമറ ഇല്ല. അതിന് പകരം നിങ്ങൾക്ക് 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാക്രോ ക്യാമറ ആക്ച്വലി യൂസ്ലെസ് ആണ്. അതിന് പകരം ഈ ഒരു അൾട്രാ വൈഡ് ക്യാമറ റീറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നല്ലൊരു വാല്യൂ ഫോർ മണി ആയേനെ. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ അപ്ഗ്രേഡ് ഉണ്ട്. അതായത് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 5000 mAh ബാറ്ററിയാണ്. ഇതോടുകൂടെ നിങ്ങൾക്ക് 20 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ കിട്ടുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഫ്രണ്ട് ക്യാമറ നമ്മൾക്ക് ഈ ഒരു ഫോണിൽ വരുന്നത് 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. പക്ഷേ ഈ ഒരു 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഉള്ളത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു ഡ്രോപ്പ് നോച്ച് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ G8ൽ ഒരു ചെറിയൊരു പഞ്ച് ഹോൾ ആയിരുന്നു. ആ ഒരു പഞ്ച് ഹോൾ പോയിട്ട് നമ്മുടെ G7ൽ ഉണ്ടായ പോലെ തന്നെ ഒരു ഡ്രോപ്പ് നോച്ചാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ മാക്സ് വിഷൻ ഡിസ്പ്ലേ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു 720p ആയിട്ടൊരു HD+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മുടെ Moto G7 നോക്കുവാണെങ്കിൽ അതിൽ ഫുൾ HD ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അത് G8 വന്നപ്പോഴത്തേക്കും ഒരു ഫുൾ HD മാറി HDയിലേക്കായി. ഇപ്പോൾ ഈ ഒരു ഫോൺ നമ്മുടെ HD+ എന്ന് പറഞ്ഞാൽ 720p റെസൊല്യൂഷൻ മാത്രമേ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇനി അടുത്തത് ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. അപ്പോൾ നമ്മുടെ പഴയ 2 ജനറേഷനിൽ നമുക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടിയിരുന്ന ആ ഒരു ബാക്ക് പാനൽ നമ്മൾക്കിപ്പോൾ കിട്ടുന്നത് വെറും പ്ലാസ്റ്റിക് ബിൽഡാണ്. അപ്പോൾ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോണോ സ്പീക്കർ താഴെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3.5mm ജാക്കും നമ്മുടെ USB-C പോർട്ടും ഉണ്ട്. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ബട്ടനും ഉണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഇത് ഏകദേശം 200 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഈ ഒരു ഫോൺ ഓഫ് കോഴ്സ് 5G ഫോൺ അല്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ഫോണിൽ NFC ഫീച്ചർ കിട്ടുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 11,499 പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ ആക്ച്വലി വാല്യൂ ഫോർ മണി അല്ല. കാരണം ഈ സെയിം പ്രൈസ് പോയിന്റിൽ, ഈ സിമിലർ പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ നമ്മുടെ ലെനോവോ എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മുടെ മോട്ടോറോള ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടോറോളയും ഒരു ചൈനീസ് ഫോണാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ ചൈനീസ് ഫോണുകൾ ഈ സെയിം പ്രൈസ് പോയിന്റിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിയൽമിയുടെ ആയിക്കോട്ടെ, റെഡ്മിയുടെ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ഈ സെയിം പ്രൈസ് പോയിന്റിൽ കുറച്ചുകൂടി വാല്യൂ ഫോർ മണി തരുന്ന ഇഷ്ടം പോലെ ഫോണുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ
എന്ന് വെച്ചാൽ നമ്മുടെ റിയൽമിയുടെ 5i എന്ന് പറഞ്ഞ ഫോണിൻ്റെ സ്നാപ്ഡ്രാഗൺ 665 വരുന്നത്, ക്വാഡ് ക്യാമറ കിട്ടുന്നുണ്ട്. അതേപോലെ ഏറ്റവും ക്ലോസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ വിവോയുടെ U10 എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 665 പ്രോസറും കിട്ടുന്നുണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും കിട്ടുന്നുണ്ട്. അതേപോലെ റിയൽമിയുടെ നാർസോ 10 ആയിക്കോട്ടെ, അതും ഈ സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഇതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഹീലിയോ G80 പ്രോസറാണ് കിട്ടുന്നത്. ഇനി ഈ സെയിം പ്രൈസ് പോയിന്റ് അല്ലാതെ കുറച്ചുകൂടെ താഴെ ഏകദേശം 9999 നമുക്ക് റെഡ്മിയുടെ 9 പ്രൈം എന്ന് പറഞ്ഞ ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 9999 എന്ന് പറഞ്ഞ പ്രൈസ് പോയിന്റിൽ ഫുൾ HD പ്ലസ് സ്ക്രീൻ കിട്ടുവാണെങ്കിൽ ഈ ഒരു 11,499 റുപ്പീസിന് ഒരു HD പ്ലസ് ആയിട്ടുള്ളൊരു ഫോൺ, കൂടാതെ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 662 പ്രോസറും എനിക്ക് തോന്നുന്നില്ല ഇത് ആക്ച്വലി ഒരു വാല്യൂ ഫോർ മണി ഫോണാണെന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് ഓഗസ്റ്റ് 31 12 മണിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ്, പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം വേറെ ഒന്നും തന്നെ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.